ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. TVK കോൺഗ്രസ് സംഘം തുടങ്ങുകയാണ്. തമിഴ്നാട്ടിലെ TVKക്ക് കൈകൊടുത്ത് കോൺഗ്രസ് സംഘം. ഹൈക്കമാൻഡ് ചർച്ചയിൽ മല്ലികാർജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും തമ്മിലുള്ള ഹൈക്കമാൻഡ് ചർച്ചയ്ക്ക് ശേഷവും കൂടെ അവർ പറയുന്ന അനുസരിച്ച് KC വേണുഗോപാൽ പത്രമാധ്യമങ്ങൾക്ക് പറയുന്നുണ്ട്, TVK ഒരു ഗവൺമെൻറ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, മെയിൽ അയച്ചിട്ടുണ്ട്, ലെറ്റർ അയച്ചിട്ടുണ്ട്, റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. ആ ലെറ്റർ തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് വായിക്കുകയും ഉണ്ടായിരുന്നു എന്നുമാണ് പറയാൻ കഴിയുന്നത്. അപ്പോൾ ഇവർ കൈകൊടുത്തു എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ വരുന്നത്. ഈ കോൺഗ്രസിന് 5 സീറ്റുകളുണ്ട്. 5 സീറ്റുകൾ 5 MLA-മാരുണ്ട്. അപ്പോൾ 5 MLA-മാരും TVKക്ക് നൽകുമെന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് DMK-യുമായിട്ടുള്ള പ്രശ്നങ്ങൾ വേറെ ഇരിക്കെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. കാരണം DMK-യുടെ നേരത്തെ നടന്ന ഒരു മീറ്റിങ്ങിലേക്ക് കോൺഗ്രസ് മാത്രം പോയിട്ടില്ല, വേറെ ഈ VCKയും മറ്റു ചെറിയ പാർട്ടികളും പരിപാടികളും പോയിട്ടുണ്ടായിരുന്നു. അവർക്ക് കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ് കോൺഗ്രസ് പോയിട്ടില്ലായിരുന്നു. കോൺഗ്രസ് ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടില്ല. ഇപ്പോൾ ഈ രാത്രി ഒരു അന്തിമ ചർച്ചയ്ക്ക് വേണ്ടി TVK ഖർഗെ ഹൈക്കമാൻഡ് ഖർഗെയുടെ വീട്ടിൽ വസതിയിൽ വെച്ച് TVK തലവരും KC വേണുഗോപാലും രാഹുൽ ഗാന്ധി എല്ലാവരുമായിട്ട് ഒരു ചർച്ച നടന്നു എന്നാണ് പറയുന്നത്. ചർച്ചയുടെ ഒടുക്കത്തിൽ അവർ ഒരു ഉത്തരം നൽകാമെന്ന് പറഞ്ഞത് കൈ കൊടുക്കാമെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അത് നാളെ തന്നെ, എത്രയും പെട്ടെന്ന് നാളെ തന്നെ അതിനൊരു റിസൾട്ട് അല്ലെങ്കിൽ അതിനൊരു ഉത്തരം, അതിനൊരു മറുപടിയായിട്ട് തിരിച്ചു നൽകുമെന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് കോൺഗ്രസിൻ്റെ സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ TVK സംഘത്തിന് ഒരു 5 സീറ്റ് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇതിനോട് സൂചിപ്പിക്കുന്നത്. കോൺഗ്രസ് TVKയുമായിട്ട് കൈചേർക്കുന്നു. തമിഴ്നാട്ടിലെ TVK കോൺഗ്രസ് സംഘം കൈചേർക്കുന്നു എന്നുള്ളതാണ്. കാരണം 118 സീറ്റുകളാണ് TVKക്ക് മെജോറിറ്റി വേണ്ടത്. 108 സീറ്റുകൾ മാത്രമേ വിജയിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ 2 സീറ്റുകൾ തളപതി വിജയുടെ ഒരു സീറ്റ് ഒഴിച്ചു മാറ്റി നിർത്തുമ്പോൾ 107 വരുന്നുണ്ട്. അങ്ങനെ 118 വരുമ്പോൾ 118 സീറ്റ് വരാൻ വേണ്ടിയിട്ട് 11 സീറ്റുകൾ വേണ്ടി വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 11 സീറ്റിൽ ഏകദേശം 10 സീറ്റുകളോളം വന്നാലും ഗവൺമെൻറ് രൂപീകരിക്കാൻ കഴിയുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഇതിലൊരു 5 സീറ്റ് എന്തായാലും കിട്ടുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. കാരണം ഹൈക്കമാൻഡ് സൈഡിലുള്ള ചർച്ചകളും കോൺഗ്രസിൻ്റെ ആ ഒരു ക്ഷണങ്ങളും കോൺഗ്രസിൻ്റെ ആ ഒരു മറുപടി പറച്ചിലും കൈ കൊടുത്തു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. TVK സംഘത്തിന് കോൺഗ്രസ് കൈ കൊടുത്തു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. തമിഴ്നാട്ടിൽ ഇനി TVKയും കോൺഗ്രസും ചേർന്ന് TVKയുമായിട്ട് കോൺഗ്രസിൻ്റെ MLA-മാർ വരുന്നു. അവർ പല ഉപാധികളും അതിൽ വച്ചിട്ടുണ്ട്. ആ ഉപാധികൾ എന്താണെന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിലല്ല, നാളെ തന്നെ അറിയും. കാരണം അവർക്ക് മെയ് 7 തന്നെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട്, അങ്ങനെ ചെയ്യേണ്ട ഒരു തീരുമാനമെടുത്തത് കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ മുമ്പിട്ട് ചെയ്ത് തീർക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ TVKയും കോൺഗ്രസ് സംഘവും തമിഴ്നാട്ടിലേക്ക് വരികയാണ്. ഒരുമിച്ച് ചേർന്ന TVKക്ക് വേണ്ടി കോൺഗ്രസ് 5 MLA-മാരെ വിട്ടുകൊടുക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്.